ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ വേസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കളേർഡ് A4 ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിനെ നടുമടക്കിയിട്ട് അതിൽ എഴുതി കാണുന്ന പോലെ വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്നത് വേറെ ഒന്നിനല്ല, നമ്മുടെ ഫ്ലവർ വേസ് നമുക്ക് വരിയെ മനസ്സിലാവും എന്തിനാണ് വരയ്ക്കണത്. ഇത് വരച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിനെ തിരിച്ചിട്ട് ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗമ്മ് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് വീണ്ടും എൻ്റെ ഇടയിൽ ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതുമ്മേ ഒരു ബ്ലാക്ക്, ഇത് കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ബ്ലാക്ക് കളർ ഞാൻ ഒരു പേപ്പർ ഇതുപോലെ തന്നെ A4 ഷീറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, കണ്ടുല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മടക്കിയേക്കണേ, വളരെ സിമ്പിളാണ്. 4 മടക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ കുഞ്ഞു പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഇതുപോലെ കുഞ്ഞു പൂക്കളായിട്ട് നമ്മുടെ ഉള്ള കളറുകൾ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ ലൈറ്റ് കളേഴ്സ് ആണ് എടുത്തേക്കുന്നത്. ഡാർക്ക് കളേഴ്സ് പേപ്പർ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലൈറ്റ് കളർ എടുത്ത് നോക്കാം എന്ന് വിചാരിച്ച് ലൈറ്റ് കളർ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പും സ്റ്റാറിൻ്റെ ഷേപ്പും അങ്ങനെ പല ഷേപ്പിലുള്ളത് നമുക്ക് ഓൺലൈനിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈനിൽ കടയിലായാലും കിട്ടും കേട്ടോ. അപ്പം അതുപോലത്തെ സംഭവം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുഞ്ഞു കുട്ടി സ്റ്റാറുകൾ ഉണ്ടാക്കിയിട്ട്, സ്റ്റാറുകളൊക്കെ ഞാൻ ഈ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ തുമ്പത്ത് നമ്മൾ പശ തേച്ചിട്ട് നമ്മുടെ ഈ പൂവുണ്ടാക്കി വെച്ചേക്കണത് ഒട്ടിച്ച് വയ്ക്കുക. വളരെ ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഫുള്ള് അങ്ങനെ ആയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ചില സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. പക്ഷെ ഞാനൊരു ലൈറ്റ് കളർ എടുക്കുമ്പോൾ ഭംഗി കുറവുണ്ടാവുമോ എന്ന് ഞാനൊരു വിചാരിച്ചു. പക്ഷെ ഇത് ലൈറ്റ് കളറുകളാണെങ്കിലും നല്ല പേസ്റ്റൽ ഷെയ്ഡ് കളറുകളായ കാരണം കൊണ്ട് നല്ല രസത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ സൈഡിൽ വെച്ചേക്കുന്ന പെൻ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ സാധാ പോലെ ഇതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ഒരു ലൈറ്റ് ബ്ലൂവും റോസും വയലറ്റും ഒക്കെ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിൻ്റെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അങ്ങനെ ഇത്രയും നന്നാവും എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഇതുപോലെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ അത് നമ്മൾ ഒരു ഫ്ലവർ വേസ് ഇപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ കുട്ടികൾക്കായാലും ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ ഒരു A4 ഷീറ്റും പിന്നെ ഒരു ഗ്ലാസ്സും മാത്രമാണ് സത്യം പറഞ്ഞതിന് വേണ്ടു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.